ഞാൻ സമ്പത്തിലേക്ക് വന്നാൽ സമ്പത്ത് ശങ്കുട്ടിദാസ് ഉന്നയിച്ച വാദങ്ങൾക്കുള്ള മറുപടി നൽകാം. ഒപ്പം എൻ്റെ ചോദ്യം ഇതാണ്: കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എതിർത്ത അംബേദ്കറെ കുറിച്ച് അമിത്ഷാ ഒരു രാഷ്ട്രീയ വിമർശനമാണ് നടത്തുന്നത്. എപ്പോഴാണ് അംബേദ്കർ എന്ന പേര് ഇവരിപ്പോൾ ഉച്ചരിക്കുന്നത്? ഒരു ഫാഷനായിട്ട് ഉച്ചരിക്കുന്നു. എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്ന ഒരു പ്രതീകാത്മകമായ ഒരർത്ഥമല്ലേ യഥാർത്ഥത്തിൽ ആ വാചകത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുള്ളൂ? അതിന് ഇത്രയും അധികം ബഹളം നടത്തേണ്ടതുണ്ടോ? അമിത്ഷാ രാജിവെക്കണമെന്ന് പറയേണ്ടതുണ്ടോ? അവഹേളിക്കലായി കാണേണ്ടതുണ്ടോ? സമ്പത്ത്, ഡോക്ടർ അരുൺകുമാർ ഇവിടെ ഇത് ഒരു പ്രഥമ ദൃഷ്ടിയ ഇക്കാര്യത്തിൽ ഇത് വളരെ ഈ നിഷ്കളങ്കം, നിരുപദ്രവകരം എന്നൊക്കെ വേണമെങ്കിൽ തോന്നും. അണലിപ്പാമ്പിനെ കണ്ടാൽ വളരെ നിഷ്കളങ്ക സ്വഭാവത്തിലുള്ളതും അത് നിരുപദ്രവകാരിയാണ് എന്നും തോന്നും. എന്നാൽ വൈപ്പർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വെനമസ് സ്നേക്സ് ഇൻ ദ വേൾഡ് എന്ന് ഡോക്ടർ അരുൺകുമാറും സമ്മതിക്കുമല്ലോ. അതിൻ്റെ കിടപ്പ് എന്ന് പറഞ്ഞാൽ അത് മഞ്ഞച്ചേരയും ഇതും തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിയില്ല. അമിത്ഷായുടെ വായിൽ കൂടി വന്നത് ഞാൻ ഈ വർത്തമാനത്തിൽ ആദ്യം പറഞ്ഞു, ഏത് അമ്പ് വിട്ടുപോയ വായു പറഞ്ഞുപോയ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അണലിപ്പാമ്പിൻ്റേതായ ശ്വാസമാണ് പുറത്തു വന്നത്. ഡോക്ടർ അംബേദ്കർ മനുസ്മൃതിക്കെതിരായിരുന്നു. RSSൻ്റെ ആപ്തവാക്യം അടിസ്ഥാന ഗ്രന്ഥം എന്നത്, അങ്ങനെ ഒരു ഗ്രന്ഥം ഒന്നും എഴുതപ്പെട്ടില്ല എങ്കിലും അത് മനുസ്മൃതിയാണ്. അതിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് പിന്നീട് വിചാരധാര ഉൾപ്പെടെയുള്ള ആ കൃതികളെല്ലാം രചിക്കപ്പെട്ടത്. ഡോക്ടർ അംബേദ്കർ മാപ്പെഴുതി കൊടുക്കാൻ പോയില്ല കേട്ടോ. ഒന്നല്ല രണ്ടല്ല 3 വട്ടവും ഒന്നും മാപ്പെഴുതി കൊടുക്കാൻ പോയില്ല. ബ്രിട്ടീഷുകാരോടായാലും നാടുവാഴികളോടായാലും കോൺഗ്രസിനോടായിരുന്നാലും. ഇനി ആദ്യത്തെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിലാണ് എങ്കിൽ കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. മദൻ മോഹൻ മാളവിയ പോലും ആ ക്യാബിനറ്റിൽ അംഗമായിരുന്നതല്ലേ. അദ്ദേഹം ഇവിടെ വന്ന് കേരളത്തിൽ വന്നിട്ട് ഈ ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ അന്ന് കാരണവന്മാർ ഞങ്ങളുടെ എല്ലാം മൂപ്പലാന്മാർ എഴുന്നേറ്റ് നിന്നിട്ട് ജയ് രാവണ എന്ന് വിളിച്ചത് പോലും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ പാർലമെൻ്ററി നടപടിക്രമങ്ങളെ മുഴുവൻ ഇവിടെ റദ്ദാക്കുന്ന നിലയ്ക്ക് ഫലത്തിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസമാണ് ഇവിടെ നടക്കുന്നത്. ശങ്കുട്ടിദാസ് പറഞ്ഞത് ഇങ്ങനെ മുൻകാലങ്ങളിലുള്ള വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 370 സംബന്ധിച്ച് പറഞ്ഞതിനകത്ത് ഈ പറയുന്നതിനകത്ത് ഒരു കാര്യം അത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ ഇദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുമ്പോൾ കുറച്ചുകൂടി കേൾക്കാനും ആളുണ്ടാവും. ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ വികാരത്തെയും അവരുടെ ആഗ്രഹങ്ങളെയും ഇന്ത്യ വഞ്ചിക്കുകയാണ് ഇതെഴുതുന്നതിലൂടെ എന്നാണ് പറഞ്ഞത്. ഇല്ല ആർട്ടിക്കിൾ 370 എഴുതാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ വാസ്തവത്തിൽ അവിടെ ജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് ഭക്ഷണം, ഭക്ഷ്യധാന്യങ്ങൾ, അവർക്ക് തുല്യമായ പദവി, ഇവിടെ അദ്ദേഹം പറഞ്ഞുള്ളൂ റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ ഉദ്ധരിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഇത്തരം കാര്യം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൊടിയ വിഷത്തെ ലഡുവിൽ വെച്ചിട്ട് പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ല. ഇതായിരുന്നു അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടായത്. അന്നത്തെ ഈ നെഹ്റു മന്ത്രിസഭയിൽ ഈ ഇദ്ദേഹം ഞാനീ പറഞ്ഞ മാളവ്യ ഉൾപ്പെടെയുള്ള അങ്ങേയറ്റത്തെ മത തീവ്രവാദികൾ അടക്കമുള്ള മൗലികവാദികൾ അടക്കമുള്ളവരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇനിയിപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ മുമ്പോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഈ രാജ്യത്തെ മത അധിഷ്ഠിതമാക്കാൻ ശ്രമിക്കണം. ഒറ്റ സെക്കൻഡ് ഞാനിപ്പോൾ അരുണേ, ഞാൻ അതോടുകൂടി എൻ്റെ ഈ ഒരു വർത്തമാനം ഞാനിവിടെ ചുരുക്കാം. ശംഖു അതിനുള്ള മറുപടി പറയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ചങ്കാതി ശംഖു അതിന് മറുപടി പറയട്ടെ എന്ന് പറയാൻ കാരണം ഇത് കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ അല്ലേ അരുണേ? ഞാനിപ്പോൾ ഈ മൊബൈലിൽ കാണിക്കുന്ന ഈ ഒരു ചിത്രം ഇത് വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ്, വിശ്വപ്രസിദ്ധമായ ഒരു ഫോട്ടോയാണത്. എന്തുകൊണ്ടെന്നറിയാം അരുണേ? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സറണ്ടറിന് ഒപ്പുവയ്ക്കുകയാണ്. അത് അവിടെ ധാക്കയിൽ വെച്ചിട്ട് ഇതിൽ ഒപ്പുവയ്ക്കുന്നത് ജനറൽ AK നിയാസി ഓഫ് ദ പാകിസ്ഥാൻ ആർമിയാണ്. ഇന്ത്യൻ സൈനികരുടെ തലവന്മാരുടെ മുന്നിൽ വെച്ചിട്ട് അത്തരത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സറണ്ടർ. ഇവിടെ എന്താ ചെയ്തത്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് ഇന്ന് പഴയ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ, ടോപ്പ് റാങ്ക് അവർ ടോപ്പ് ബ്രാസ് ആയിരുന്നവരെല്ലാം കത്തെഴുതുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി കാര്യാലയത്തിൽ നിന്ന് ഈ പടം അപ്രത്യക്ഷമാവുകയും മതപരമായ പരിവേഷം അവിടെ കൊണ്ട് കയറ്റുകയും ചെയ്യുകയാണ് എല്ലായിടത്തേക്കും. ജസ്റ്റ് ലൈക്ക് സിംപ്ലി വാനിഷിങ് ഇൻ ടു തിൻ എയർ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ മട്ടിമറിക്കപ്പെട്ടിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിലയിലാണ്. വളരെ ബോധപൂർവമായി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിസൾട്ട് ഓഫ് ദ മെറ്റിക്കുലസ് പ്ലാനിങ് ആണത് ഇവിടെ നടത്തുന്നത്. ശങ്കുട്ടിദാസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസം നടത്തുന്നു BJP എന്നാണ് Debate with Dr. Arun Kumar.